നിങ്ങൾ പെരീന്ന് തന്നെയല്ലേ വരുന്നത്? ഞാൻ പെരീന്ന് തന്നെ വരുന്നത്. ഈ പുസ്തകം നാള് ചാടെ വന്നപ്പോ മറന്നു വെച്ച് പോകുന്നതല്ലേ. ഓനോട് പറഞ്ഞു വെച്ചിവിടെ ഇന്ന് കൊണ്ടുവരാന്. ഞാൻ അപ്പൊ അതും പോന്നപ്പോ കയ്യിൽ വെച്ചതാ. ഞാൻ അതിനോട് കൊറേ പറഞ്ഞതാണ് പെരി പോയിക്കാണ്ട പെണ്ണിന്റെ പുസ്തകം എടുത്തോണ്ടിരുന്നു. പറഞ്ഞാ കേക്കണ്ട അതിന്. ഓനല്ലെങ്കിലും അങ്ങോട്ട് വരാൻ ഭയങ്കര മടിയല്ലേ. അബ്ബാസാക്കാന്റെ കാര്യം പറയാതിരിക്കാ നല്ലത്. പിന്നെ പെണ്ണുമ്മയും കുഞ്ഞോളും ഇങ്ങക്ക് വിളിച്ചിരുന്നു ദുബായിന്ന്. ഓല് എല്ലാരും കൂടി 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു. വീഡിയോ കോളാണ് ചെയ്തിരുന്നത്. അപ്പൊ പറഞ്ഞു ഇന്ത്യയും ഇമ്മാന്റെയും പാസ്പോർട്ട് ഒന്ന് പുതുക്കാന് അത് കൊണ്ടുപോകണം എന്നുള്ള പരിപാടിയാണെന്നാ പറയുന്നത്. ഓലെ ഇന്നോട് വിളിച്ചപ്പോഴും പറഞ്ഞീനു ഉപ്പാനും ഇമ്മാനും വിസിറ്റിങ്ങിന് ഒന്ന് കൊണ്ടുപോകണമെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ ആമക്കളില്ലെങ്കിലേ നിങ്ങളെ 2 ചെറിയ മരക്കളെ കൊണ്ട് നിങ്ങൾക്ക് ദുബായ് കാണാനൊരു ഭാഗ്യം ഉണ്ടായല്ലോ. നിങ്ങളെ വലിയ മാരോനെ കൊണ്ട് ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ നാട്ടില് മീൻ കച്ചവടം ചെയ്ത് കണ്ട് ഇന്നെ താക്കാടാനൊന്നും കഴിയൂല. ഓലിപ്പോ അവിടെ രണ്ടാളും നല്ല സെറ്റപ്പിലായതുകൊണ്ട് ഞങ്ങളാണ് കൊണ്ടുപോകാന്നല്ലേ ഉള്ളൂ. ഏതായാലും എന്റെ അനുസരിച്ചാള് കഴിച്ചിലായി. അമ്മായിന്റെ മോനെ കൊണ്ട് നിങ്ങൾ ഇന്നെ കെട്ടിച്ചു. അതുകൊണ്ട് ഞാൻ ഇടങ്ങാറിലും ആയി. എന്താ ഇടങ്ങാറാ എനിക്ക്? ഓനെ കൊണ്ട് കെട്ടിച്ചണമെന്ന് ഞാൻ എന്നോട് ചോദിച്ചില്ലേ. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല അറിഞ്ഞു. അനുസത്തികള് രണ്ടാളിപ്പോ ദുബായി പോയി കഴിച്ചിലായിട്ട് ഇജ്ജ് ഇവിടെ അതിന് ഒരു ഇടങ്ങാറിലും അല്ല. എനിക്കും ഇവിടെ നല്ല സുഖം തന്നെയാണ്. പുറത്തുനിന്ന് നോക്കിയാൽ എനിക്ക് നല്ല സുഖാണ്. എന്റെ ഉള്ളുകളി ആർക്കും അറിയില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. 10-18 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ആയിട്ടേ നല്ലൊരു സ്വഭാവത്തിൽ എന്നോടൊരു വർത്താനം പറഞ്ഞിട്ടില്ല. പിന്നെ അതുമല്ല ഇത്രയും കാലമായിട്ട് ഇനിയും കുട്ടികളെ ഒന്ന് ടൂറ് കൊണ്ടുപോയെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ കുടിക്ക് വരിക എന്നല്ലാതെ ഈ പേരന്റ് ഔത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങലില്ല. ഒരു ജയിലിലിട്ട മാതിരിയാണ്. എനിക്കിപ്പോ ടൂറ് പോവാത്തതാ പരാതി. ദിവസം പണിക്കൊയ്ക്കാണ്ട് എന്നെ നോക്കണില്ലേ? എന്നെ പട്ടിണി കിട്ടിട്ടൊന്നുമില്ലല്ലോ. കൊറേ തിന്നാൻ കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്കും കൊറേ മോഹങ്ങളൊക്കെ ഉണ്ട്. എന്റെ മാപ്പിളല്ലേ അതൊക്കെ സാധിപ്പിച്ചു തരാനുള്ളത്. ഇങ്ങനൊക്കെ ഒരു ഉള്ളുകള്ളി ഇതിന്റെ ഉള്ളിലുണ്ടോ? ഇതൊന്നും ഞാൻ ഒന്നും അറിയില്ലല്ലോ. എന്റെ ഇമ്മയും അമ്മമാരും അന്ന് തന്നെ പറഞ്ഞു കുടുംബത്തേക്ക് ഈ കല്യാണം നടത്തണ്ടാന്ന്. പിന്നെ എന്റെ പെങ്ങള് തെറ്റല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിനാണ് സമ്മതിച്ചതാണ്. ഇതിപ്പോ ഒരു അബദ്ധമായി മാറിയോ?